എല്ലാവർക്കും ഗ്രീൻ ടൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടീനെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൂച്ചക്കുട്ടിയെ ചെയ്യുമെന്നുള്ളത്. ആ രീതിയിലാണ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പട്ടിക്കുട്ടീനെ വേണമെങ്കിലും ഈ സ്റ്റൈലിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഒന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കണ്ടു നോക്കാം. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കണേ. അത് വിചാരിച്ച് നിങ്ങൾ ഈ ബോട്ടിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം ഈ ഒരു ഷേപ്പ് വരുന്ന ബോട്ടിലൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ യെല്ലോ അക്രലിക് കളറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മാത്രം ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കളർ മിക്സ് ചെയ്ത് നല്ലപോലെ സെറ്റായി എന്ന് കണ്ടുവെച്ചെങ്കിൽ നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിൽ അത് അപ്ലൈ ചെയ്യാം. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ ബേസ് കോട്ടായിട്ട് നമ്മളിവിടെ വൈറ്റ് ഇനാമൽ പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അത് ഒരു ദിവസം വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഈ യെല്ലോ കളർ ഇതുപോലെ അപ്ലൈ ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ അത്യാവശ്യം പാച്ചൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു കളർ ഇതിൻ്റെ എല്ലാ പോർഷനിലും എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബോട്ടിലിൻ്റെ ക്യാപ്പ് വേണം. ഞാനിവിടെ ഏലാദിയുടെ ക്യാപ്പാണ്, അത് കുറച്ച് ചെറിയ ക്യാപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു ക്യാപ്പ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപ്പുകൾ കളക്ട് ചെയ്യുക, അതിനുശേഷം ഇതുപോലെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് ഉണക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2 ടിഷ്യൂ പേപ്പറാണ്. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ നേരെ പകുതിയാക്കി മുറിക്കുക. ഒരു ചെറിയ ബോൾ പോലെ നല്ല ഉരുട്ടി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണക്കി വെച്ചേക്കണ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഓരോ ടിഷ്യൂ പേപ്പറും അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ക്യാപ്പ് ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പറിൽ നല്ല രീതിക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ഗ്രീൻ കളറും അതിൻ്റെ ഒപ്പം കുറച്ച് യെല്ലോ കളറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കളറായിട്ട് കിട്ടും. ഈ കളർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഈ ഒട്ടിച്ച് വെച്ച ക്യാപ്പിൻ്റെ ചുറ്റിനും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്ലാക്ക് കളർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ആ ഒരു കളർ ആവാണ്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇത് പൂച്ചയുടെ മൂക്കായിട്ടാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഈ ഒരു പോർഷനിലായിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് ഈ ഒരു കണ്ണിൻ്റെ മുകളിൽ ചെറിയ ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 റൗണ്ടുകളൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ കുറച്ച് ഓറഞ്ച് കളർ ഇതുപോലെ ഒന്ന് മൗത്തിൻ്റെ പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. യെല്ലോ ഓറഞ്ച് കോമ്പിനേഷൻ കുറച്ച് അട്രാക്റ്റീവായ കാരണമാണ് ഞാൻ ഈ ഒരു കളറിൽ തന്നെ ഈ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ മാറ്റിയിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് പുതിയ കളറുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു യെല്ലോ കളറിൽ ഓറഞ്ച് കളറിന് പകരം ബ്ലാക്ക് കളറൊക്കെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പൂച്ചയ്ക്ക് പകരം ഇതൊരു പുലിയായിട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അതുപോലെ ഈ ഒരു ഹാൻഡിൽ, ഈ ബോട്ടിലിന് ഒരു പ്രത്യേക ഹാൻഡിലൊക്കെ ഉണ്ട്. ആ പോർഷനിൽ നമ്മൾ ഇതുപോലെ ഓറഞ്ച് ലൈൻസ് ആണ് വരച്ചേക്കണത്. ഇനി നമുക്ക് പൂച്ചയുടെ ചെവി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കഷ്ണം, അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് അത് മാർക്ക് ചെയ്യുക, അതിനുശേഷം ഇതുപോലെ അത് കട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ പെയിൻറ് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ക്ലേ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ ഒരു ക്ലേ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിനെ കവർ ചെയ്തിട്ട് കുറച്ചും കൂടിയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ചെവിയുടെ പോർഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചെവിക്ക് ഫസ്റ്റ് കോട്ടായിട്ട് നമ്മൾ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് ഓറഞ്ച് കളർ ഈ ഒരു പോർഷനിലായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ A4 ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് ഇതുപോലെ ബോട്ടിലായിട്ട് ഒട്ടിക്കേണ്ട, ആ ബോട്ടിലായിട്ട് ടച്ച് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അവിടെ നമ്മൾ ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ബോട്ടിലിൽ ഒട്ടിക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ചെവി അവിടെ ക്യാച്ചായി എന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കിയത്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാറ്റാണിത്, ബോട്ടിൽ ക്യാറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടെന്ന്. അപ്പോൾ ആ സംഭവങ്ങൾ കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇത് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നേരത്തെ കാണുന്ന ഒരു രീതിയിൽ വരച്ചപ്പോൾ തന്നെ നല്ല രീതിക്ക് സാറ്റിസ്ഫൈ ആയി. എന്നാലും നമുക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വരച്ചു നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡിൽ ചെയ്തതാണ്, ആദ്യം ചെയ്തതാണോ അതിനുശേഷം മാർക്കർ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തതാണോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടൻറ്റായിട്ട് കാണുന്നവരിക്കും ഗുഡ് ബൈ.